നിങ്ങൾ എങ്ങനെ മെഹനാസിനെ സ്വീകരിച്ചു? ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒന്നും ആദ്യമേ കണ്ടിട്ടില്ല. റിഫ മരിച്ചത് ഞാൻ TV-യിൽ കണ്ടെന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണാൻ ഇതുവരെ പോയിട്ടില്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം സജീവമായി നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവളുടെ ശബ്ദ സന്ദേശം അടക്കം കണ്ടില്ല എന്ന് പറഞ്ഞത് എത്രത്തോളം വിശ്വസിക്കാനാവും? അതെ, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അങ്ങനെ വിവാദങ്ങളൊന്നും നോക്കില്ല എന്ന് പറയുന്ന സഫ മെഹനാസിനെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സൃഷ്ടിച്ചതൊക്കെ വിവാദങ്ങളും കോൺട്രവേഴ്സീസുമാണ്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. സത്യത്തിൽ നിങ്ങളുടേത് കല്യാണം തന്നെ ആയിരുന്നു? നിക്കാഹ് കഴിപ്പിക്കുക തന്നെ ആയിരുന്നു. അതിനു മുൻപ് മെഹനാസിന്റെ കൂടെ നിങ്ങൾ താമസിച്ചിരുന്നില്ലേ? ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ അല്ലടാ ആണ്. മുന്നേ താമസിച്ചെന്ന് പറഞ്ഞെങ്കിൽ വീട്ടിൽ വന്ന് ചോദിച്ചു. വാപ്ചി ആദ്യം സമ്മതിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ കാസർഗോഡേക്ക് പോയി. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വാപ്ചി വന്നിട്ട് നിക്കാഹ് കഴിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്, അല്ലടാ സർക്കിളെ. ആദ്യം വിവാഹം കഴിച്ചില്ല എന്നും നിങ്ങൾ ഒളിച്ചോടി പോയതാണെന്നും നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ പോയി. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. ഒളിച്ചോടിയല്ല, വാപ്ചിക്കായിട്ട് നമ്മൾ സംസാരിച്ചു. സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എഴുതി നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമാണ് പോണേ എന്ന് പറഞ്ഞൊക്കെ എഴുതിയിട്ട് അങ്ങനെ വിട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ അതിനൊക്കെ പറയാറ് ഒളിച്ചോട്ടുണ്ട്. ഈ അടുത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ കുട്ടി എന്റെ കയ്യിലിരിക്കാലാണ് എന്നെ ഷോൾഡറിൽ ഇടിച്ച്. മീൻസ് ഇങ്ങനെ കുത്തി അടിക്കണേ. അപ്പൊ എന്റെ മോൻ അലറി. എന്നിട്ട് പോലും നിർത്തിയില്ല. ഒരു മോനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തല്ലൂല. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണോ? ഇപ്പൊ എന്ത് തോന്നുന്നു? റിഫയ്ക്ക് എന്ത് സംഭവിച്ചതാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു 2 കൊല്ലത്തിൽ ഞാൻ ഇത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 കൊല്ലത്തില് അവള് നല്ലോണം അനുഭവിച്ചിട്ടുണ്ടാവും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഈ കർമ്മ, ഈ സത്യം എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും മൂടി അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. 100% ഞാൻ യോജിക്കുന്നു. ഏത് അണക്കെട്ടിനെയും പൊട്ടിക്കാൻ പറ്റുന്ന ശക്തിയുള്ള പ്രപഞ്ചത്തിന്റെ ഒരു കഴിവാണ് സത്യം എന്ന് പറയുന്നത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.